Hi friends, Assalamu alaikum. Welcome back to my channel. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് തൈര് വട ഉണ്ടാക്കിയാലോ. ഇതിനായി 2 കപ്പ് ഉഴുന്ന് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കുതിർന്ന ഉഴുന്ന് 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പും ചേർത്ത് നല്ല സ്മൂത്തായി അരച്ചെടുക്കുക. അരച്ചെടുത്ത മാവിലേക്ക് 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ കൂടിയിട്ട് 30 മിനിറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. വേറൊരു പാത്രത്തിൽ 1.5 ഗ്ലാസ് നല്ല തണുത്ത തൈരും 1 ഗ്ലാസ് പാലും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കരിവേപ്പില, ചെറുതായി അരിഞ്ഞ് വെച്ച ഇഞ്ചി, ഉള്ളി, പച്ചമുളക് ചേർത്ത് നന്നായി വഴറ്റുക. ഈ കൂട്ട് നേരത്തെ മാറ്റി വെച്ച പാലിൻ്റെയും തൈരിൻ്റെയും മിക്സിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. വട ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കുക. വട നന്നായി കുക്കാവാൻ വേണ്ടിയിട്ട് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കൈ ഒന്ന് ചെറുതായി നനച്ച് കൊടുത്ത് മാവൊന്ന് കുറേശ്ശെ എടുത്ത് എണ്ണയിൽ ഇട്ട് കൊടുക്കുക. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. വട ചെറുതായി ചൂടാറിയതിന് ശേഷം ഇതിനെ നമുക്ക് 1 മിനിറ്റ് പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കുക. 1 മിനിറ്റിന് ശേഷം വടയിലത്തെ വെള്ളം കളഞ്ഞ് തൈരിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വടയിലേക്ക് പെട്ടെന്ന് തന്നെ തൈര് പിടിക്കാനും വട നല്ല സോഫ്റ്റ് ആവാനും ഹെൽപ്പ് ചെയ്യും. ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് വടയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള നമ്മളെ തൈര് വട റെഡിയാണ്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.